വിശുദ്ധരുടെ തീർത്ഥാടനം കൊണ്ട് പാവനമായി മാറിയ വിയ ഫ്രാൻസിജേനിയ തീർത്ഥാടന പാത യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക്. ഇംഗ്ലണ്ടിലെ കാന്റർബറിയിൽ നിന്നും റോമ നഗരം വരെ ദീർഘിപ്പിച്ച നടപ്പാതയാണ് പൈതൃക പട്ടികയിലേക്ക് ഇടം പിടിക്കുന്നത്. സിയന്നായിലെ വിശുദ്ധ കാതറിൻ, വിശുദ്ധ ജെയിംസ്, ജോവാൻ ഓഫ് ആർക്ക് ഈ തീർത്ഥാടന പാതയിലൂടെ വിശുദ്ധ പടവുകളിലേക്ക് കയറിപ്പോയ പുണ്യാത്മാക്കൾ നിരവധിയാണ്. കാൽനടയായും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും വിശുദ്ധഗണങ്ങൾ വിശുദ്ധ പത്രോസിന്റെ സിംഹാസ സവിധത്തിലെത്തിയ വഴിയാണിത്. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി എന്നീ രാജ്യാതിർത്തികൾ കടന്നു പോകുന്ന തീർത്ഥാടന വഴി 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. ആയിരക്കണക്കിന് തീർത്ഥാടകരും വാണിജ്യ സംഘങ്ങളും താണ്ടിയ ഈ പാത പ്രകൃതി മനോഹരവും നിരവധി ദേവാലയങ്ങളും ബസിലിക്കകളും കൊണ്ട് സമ്പന്നമാണ്. വിദ്യാഭ്യാസ, ശാസ്ത്ര, സാംസ്കാരിക കാര്യങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ സ്ഥാപനമായ യുനെസ്കോയാണ് ഈ പുരാതന ചരിത്രപാതയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കാൻ നടപടി ആരംഭിച്ചിരിക്കുന്നത്. പാത കടന്നുപോകുന്ന രാജ്യങ്ങളുടെ സമ്മതിപത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കാനുള്ള നടപടികളാണിപ്പോൾ പുരോഗമിക്കുന്നത്. ഇറ്റലിയിലേക്ക് പ്രവേശിക്കുന്ന പാതയിൽ മാത്രം 350-ലേറെ ചരിത്ര സ്മാരകങ്ങളാണ് നിലകൊള്ളുന്നത്. യുനെസ്കോയുടെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടെ വിശുദ്ധ വഴിയിലൂടെയുള്ള തീർത്ഥാടനത്തിന് കൂടുതൽ പ്രാധാന്യമേറും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.